ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം റൺ ചെയ്യുന്ന ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനീഷ്യലി തന്നെ ആ ക്ലയന്റിന്റെ സ്റ്റേജ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. അവർ ഐഡിയേഷൻ സ്റ്റേജിലോ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്ന സ്റ്റേജിലോ അതും അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേജിലോ ആണോ എന്നുള്ളത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ ഐഡിയേഷൻ സ്റ്റേജിലുള്ള ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനീഷ്യലി അവരുടെ ഐഡിയയുടെ ഒരു ബേസിക് സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് അവർ ബിൽഡ് ചെയ്യുന്ന ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ബിൽഡിംഗ് സ്റ്റേജിൽ അവർക്ക് വരാവുന്ന അവരുടെ പ്ലാനുകളും അവരുടെ ഇംപ്ലിമെന്റേഷനും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യാനുള്ള സൊല്യൂഷനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇതുമല്ല തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്കെയിൽ ചെയ്യുന്ന സ്റ്റേജ് ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻസുമാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ അവരുടെ കാറ്റഗറി അല്ലെങ്കിൽ അവരുടെ ലെവൽ അവരുടെ സ്റ്റേജ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ട് തന്നെയാണ് ഒരു ലേണിംഗ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ നമ്മൾ പ്ലാൻ ചെയ്യുന്നതും അതിനുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതും എല്ലാം തന്നെ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് നമ്മുടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സാസ് ആപ്ലിക്കേഷൻസ് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതാവുമ്പോൾ ഇനീഷ്യലി ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് കോസ്റ്റ് വളരെ ചീപ്പായിട്ടും അതല്ലെങ്കിൽ അതിൽ നിന്ന് ഇംപ്ലിമെന്റേഷനിലേക്ക് പോകാനുള്ള ടൈം ഡ്യൂറേഷന് വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യതയും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും കൂടുതലായിരിക്കും. ഞങ്ങളൊരു പക്ഷേ ഒരു കസ്റ്റമർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇനീഷ്യലി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വാട്സപ്പ് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഐഡിയേഷൻ സ്റ്റേജിൽ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുപോകാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ അവർ സ്റ്റേജ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമാണെങ്കിൽ നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുക സാസ് ആയിട്ടുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ അവർക്ക് ഫിറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. അതുമല്ലെങ്കിലാണ് ഞങ്ങൾ കസ്റ്റം റിക്വയർമെൻറ്റുകൾ അല്ലെങ്കിൽ കസ്റ്റം സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നതിലേക്ക് അവരെ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഈ കറക്റ്റായുള്ള ഗൈഡ് ലൈൻസ് ഇനീഷ്യലി തന്നെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്ക് കറക്റ്റായുള്ള ഗ്രോത്തിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് യൂസ് ചെയ്ത്